ആദ്യം തന്നെ പറയാം, ഇത് ആപ്പിളിന്റെ പ്രൊമോഷൻ ഒന്നുമല്ല. എനിക്ക് പേഴ്സണൽ ആയിട്ടൊരു അനുഭവം ഉണ്ടായി. അത് ഈ ഒരു ആപ്പിൾ കെയർ പ്ലസ് എന്നുള്ള സംഭവം ഉള്ളതുകൊണ്ട് ഒരുപാട് എമൗണ്ട് ലാഭിക്കാനും ഇഷ്യൂ വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനും സാധിച്ചു. അപ്പോൾ മേ ബി ഭാവിയിൽ നിങ്ങൾ ആപ്പിൾ പ്രോഡക്ട്സ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വാങ്ങിയവരാണെന്നുണ്ടെങ്കിലോ നിങ്ങൾക്കും ഈ ഒരു സിറ്റുവേഷൻ വന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഫുള്ളായുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു ആപ്പിൾ കെയർ പ്ലസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുന്നേ ഈ ആപ്പിൾ കെയർ പ്ലസ് നമ്മുടെ ആപ്പിൾ പ്രോഡക്റ്റുകൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രത്തോളം ഈസി ആയിട്ടാണ് റിപ്പയർ ചെയ്ത് കിട്ടുന്നത് എന്നുള്ളതും എത്രത്തോളം എമൗണ്ട് സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നോക്കാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എൻ്റെ പുതിയ മാക് എയർ M2 എന്നുള്ള ഈ ഒരു ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ കഴിഞ്ഞ ദിവസം ഈ കാണുന്ന പോലെ സൈഡിലായിട്ട് പൂർണ്ണമായിട്ട് ക്രാക്ക് ആയി എൻ്റെ കയ്യിൽ നിന്ന് ആക്സിഡന്റലി സംഭവിച്ചതാണ്. ഏകദേശം എനിക്ക് ഇതിന്റെ ഡിസ്പ്ലേ മാറ്റണം എന്നുണ്ടെങ്കിൽ 50,000 രൂപയ്ക്ക് മുകളിൽ ചെലവാണ്. പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ച ഉടനെ തന്നെ ആപ്പിൾ കെയർ പ്ലസ് ഇതിനെ എടുത്തു വെച്ചിരുന്നു. അതുള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ആപ്പിൾ കസ്റ്റമർ കെയറിലേക്ക് ഒരു കോൾ വിളിച്ചു. എല്ലാ ലാംഗ്വേജിലും എക്സിക്യൂട്ടീവ്സ് അവൈലബിൾ ആണ്. മലയാളികൾക്ക് കൂടുതൽ കംപ്ലൈന്റ് പറയാനുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അവർ പലപ്പോഴും അനദർ കോളാണ്. ഓക്കെ, ഞാൻ എൻ്റെ മാക്കിന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു. അപ്പോൾ തന്നെ അവർ അടുത്തുള്ള ഐകെയർ സർവീസ് സെന്ററിന്റെ ഒരു ലിസ്റ്റ് എനിക്ക് അയച്ചു തന്നു. അതിൽ ഞാൻ കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിലുള്ള ഐകെയർ സെലക്ട് ചെയ്ത് കൊടുത്തു. അവർ അടുത്ത ദിവസത്തേക്ക് തന്നെ എനിക്ക് അവിടെ അപ്പോയിൻമെന്റ് എടുത്തു. വേറെ ഒന്നും നോക്കിയില്ല, നെക്സ്റ്റ് ഡേ തന്നെ അങ്ങോട്ട് വിട്ടു. ഐകെയറിൽ ചെന്ന ഉടനെ തന്നെ ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ മെയിൽ ID വന്ന കാരണം ഇതൊക്കെ കൊടുത്തിട്ട് ഒരു ടോക്കൺ എടുത്തോണം, അല്ലെങ്കിൽ ഐകെയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും അവർ നമ്മളെ വിളിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അതിനുശേഷം സ്റ്റാഫിനെ കണ്ടു. ഡിസ്പ്ലേ പോയതാണ്, ആപ്പിൾ കെയർ പ്ലസ് ഉണ്ടെന്ന് പറയേണ്ട താമസം, വേറെ സംസാരമൊന്നുമില്ല, ബാക്കി പ്രോസസിങ് തുടങ്ങി. ഡിസ്പ്ലേ ആയതുകൊണ്ട് ഇതിന്റെ സർവീസ് ഫീ ആയിട്ടുള്ള 8,900 മാത്രം അടച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റി തരും. ഇതിന്റെ പേയ്മെന്റ് മെയിൽ വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. ഇതിന് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ആ ഒരു മെയിൽ വരിക. അപ്പോൾ ആ ഒരു മെയിൽ വന്നിട്ടുള്ള ആ ഒരു ലിങ്കിൽ പേ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ ഓൺലൈൻ ത്രൂ വേണമെങ്കിൽ പേയ്മെന്റ് ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഐകെയറിൽ പോയിട്ട് വേണമെങ്കിലും പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇത് റിപ്പയർ ചെയ്ത് കിട്ടാൻ 10 വർക്കിംഗ് ഡേയ്സ് ആണ് പറഞ്ഞത്. എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞപ്പം ഡിസ്പ്ലേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു. അതിനുശേഷം ഒരു 6 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ഡിസ്പ്ലേ ഐകെയറിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു. പിറ്റേ ദിവസം, അതായത് 7ാമത്തെ ദിവസം സംഭവമൊക്കെ സെറ്റാണ്, എല്ലാം റെഡിയാണ്, ഇത് വന്ന് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഐകെയറിന് ഒരു കോളും വന്നു. നേരെ ഐകെയറിലേക്ക് വിട്ടു. വീണ്ടും QR കോഡ് സ്കാൻ ചെയ്തു, ഒരു ടോക്കൺ എടുത്തു, കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റാഫ് നമ്മുടെ മാക്കും കൊണ്ടുവന്നു. അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. ഡിസ്പ്ലേ മൊത്തമായിട്ട് ഇങ്ങനെ വലിച്ചൂരിയിട്ട് അത് റിപ്പയർ ചെയ്യല്ല ചെയ്യുന്നത്, മൊത്തം ഈ ഒരു മെയിൻ പാർട്ട് മൊത്തമായിട്ട് പുതിയതായിട്ട് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതെന്തായാലും സംഗതി പക്ക പൊളിച്ചു. കാരണം അല്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ മാത്രം മാറ്റുമ്പോൾ അതിൻ്റെതായുള്ള സ്ക്രാച്ച് അല്ലെങ്കിൽ ക്രാക്ക് അല്ലെങ്കിൽ ഇഷ്യൂസ് എന്തായാലും നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ പുതിയത് മാറ്റിയത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ മാക്കിന് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ എന്നുള്ള പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്തു. കാരണം സർവീസിന് കൊടുത്തതാണ്, എന്തെങ്കിലുമൊക്കെ ഒരു 8ന്റെ പണി കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പറഞ്ഞതിനേക്കാൾ ഒരു 3 ദിവസം ബാക്കോട്ട് തന്നതിന് അവിടെയുള്ള സ്റ്റാഫിനോടൊക്കെ ഒന്ന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു. സോ ഇതാണ് ആ സർവീസിന് കൊടുത്ത മാക്ക്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു സർവീസ് ചെയ്തതിന്റെ യാതൊരു തരത്തിലുള്ള ഒരു സ്ക്രാച്ച് പോലും ഇതിലില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഡിസ്പ്ലേ കണ്ടില്ല, ആ പുതിയ ഈ ഒരു എൻറ്റയർ പാർട്ട് മാറ്റുന്നതോട് തന്നെ ആ ഒരു സർവീസ് ചെയ്ത് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ വന്നിട്ടില്ല. ഇത് ആപ്പിൾ കെയർ പ്ലസ് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം 60,000 രൂപയ്ക്ക് അടുത്ത് എനിക്ക് എക്സ്പെൻസ് വന്നതിന്. മാത്രമല്ല ഇത്രയും പെട്ടെന്ന് ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്തിട്ട് റിപ്പയർ ചെയ്തു തരുമോ എന്നുള്ള കാര്യത്തിലും സംശയമാണ്. ഓക്കെ, ഇനി ആപ്പിൾ കെയർ പ്ലസ് എന്താണെന്നും ഇത് നമ്മുടെ ആപ്പിൾ ഡിവൈസുകൾക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ് ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതും ഇതിന് എത്ര രൂപ നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതും പൂർണ്ണമായിട്ട് നോക്കാം. എന്താണ് ആപ്പിൾ കെയർ പ്ലസ്? നമ്മൾ പുതിയ ആപ്പിൾ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന 1 ഇയർ ലിമിറ്റഡ് വാറണ്ടിയാണ്. അതായത് നമുക്ക് 1 വർഷത്തിനിടയിൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവരത് ശരിയാക്കി തരും. എന്നാൽ മിക്ക കേസിലും ഈ ഒരു വാറണ്ടി ഒരുപാട് റീസൺ പറഞ്ഞിട്ട് അത് ശരിയായി കിട്ടാറില്ല. പറഞ്ഞ് ലാസ്റ്റ് അവസാനം വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയ പ്രശ്നമായിട്ട് തന്നെയാണ് വരാറുള്ളത്. ഇത് മിക്ക ആളുകൾക്കും അനുഭവം ഉണ്ടായിരിക്കും. എന്നാൽ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്ന ആ ഒരു സമയത്തോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങി 60 ദിവസത്തിനുള്ളിലോ നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് ആപ്പിൾ കെയർ പ്ലസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്ക്, ആപ്പിൾ ഡിസ്പ്ലേ, ആപ്പിൾ TV ഇതിനെല്ലാം 3 ഇയേഴ്സും, ഐപാഡ്, ഐഫോൺ, ആപ്പിൾ വാച്ച്, ഹെഡ്ഫോൺസ്, ഹോം പോഡ്സ് ഇതിനെല്ലാം
2 years. Unlimited, നോട്ട് ചെയ്യുക, അൺലിമിറ്റഡ് ഇൻസിഡൻസ് ഓഫ് ആക്സിഡന്റൽ ഡാമേജ് പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കും. അതായത് ഈ 2-3 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഡിസ്പ്ലേ പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നാലോ മറ്റുള്ള എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് സർവീസ് ഫീ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം റിപ്പയർ ചെയ്ത് കിട്ടും. ഇതിന് മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വരെ നമുക്ക് അൺലിമിറ്റഡ് എന്നുള്ളതിന് പകരം ഒരു വർഷത്തിൽ 2 തവണ മാത്രമാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. സർവീസ് ഫീ വരുന്ന ഓരോ പ്രൊഡക്റ്റിനും ഓരോ ഫീ ആണ്. അപ്പോൾ അതിന്റെ ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് ഉള്ള ആപ്പിൾ പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഡിവൈസ് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് ഇതിനൊക്കെ സർവീസ് ഫീ വരുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഇതുകൂടാതെ തന്നെ ഒരുപാട് ബെനിഫിറ്റുകൾ ഈ ഒരു ആപ്പിൾ കെയർ പ്ലസ് എടുത്തു കഴിഞ്ഞാലുണ്ട്. നമുക്ക് സ്പെഷ്യൽ പ്രയോറിറ്റി ഉണ്ടാവും ടെക്നിക്കൽ സപ്പോർട്ടിൽ നിന്ന് കോൾ ആയിട്ടും ചാറ്റ് ആയിട്ടും. പിന്നെ ബാറ്ററി സർവീസ് കവറേജ് കിട്ടും, ആക്സസറീസ് അതായത് പവർ അഡാപ്റ്റർ, ഇനിയിപ്പോൾ ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ചാർജിങ് കേബിള്, ആപ്പിൾ മെമ്മറി, പിന്നെ ആപ്പിൾ USB സൂപ്പർ ഡ്രൈവ്, ഇതെല്ലാം ഈ ഒരു കവറേജിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ ഡിവൈസുകളിലെ സോഫ്റ്റ്വെയർ പരമായിട്ട് എന്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആപ്പിൾ എക്സ്പേർട്ടുമായിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു ആക്സസും കൂടെ നിങ്ങൾക്ക് ലഭിക്കും. ലോകത്ത് എവിടെ വേണമെങ്കിലും റിപ്പയറിന് കൊടുക്കാവുന്നതാണ്. ഓൺസൈറ്റ് സർവീസും കൂടെ ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ പിക്കപ്പ് സർവീസോ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. ഇത്രയും ഫെസിലിറ്റി ഈ ഒറ്റ ആപ്പിൾ കെയർ എടുക്കുന്നതിൽ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരു ആപ്പിൾ പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കവറേജ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ആപ്പിൾ കെയർ പ്ലസ് എടുക്കാൻ നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യം എത്രയാണ് ചെലവാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു മാക്കോ അല്ലെങ്കിൽ ആപ്പിൾ ഡിസ്പ്ലേയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ചാർട്ടിൽ കാണുന്ന പ്രൈസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇനി ഐഫോണോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഐപാഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് ലിസ്റ്റ് ആയിരിക്കും വരിക. ഇനി അതല്ലാത്ത മറ്റ് ആപ്പിൾ പ്രോഡക്ട്സുകളാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പ്രൈസുകളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരിക. ഈ കാണിച്ച പ്രൈസ് എല്ലാം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴുള്ള പ്രൈസ് ആണ്. പ്രൈസിൽ എപ്പോൾ വേണമെങ്കിലും കമ്പനികളാണ് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് വരുത്താം. അതുകൊണ്ട് തന്നെ അതിന്റെ ലൈവ് ആയിട്ടുള്ള വിശദമായുള്ള ഡീറ്റെയിൽസും പ്രൈസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് കാണുന്ന സമയത്ത് ഇത്രയൊക്കെ എമൗണ്ട് നമ്മൾ ചെലവാക്കണോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് ഉണ്ടായിരിക്കാം. നമ്മൾ 1 ലക്ഷത്തിനും 1.5, 2, 2.5 ലക്ഷം, 3 ലക്ഷം അതിന് ലക്ഷങ്ങൾ വരുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഈ ഒരു അതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് വരുന്ന എമൗണ്ടും കൂടെ നമ്മൾ ചിലവാക്കിയിട്ട് ഈ ഒരു ആപ്പിൾ കെയർ പ്ലസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വേറെ തരത്തിലുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ 60,000 രൂപയ്ക്ക് അടുത്ത് കൊടുക്കണം. അത് നിങ്ങളുടെ കയ്യിലുള്ള ഡിവൈസിനനുസരിച്ച് കൂടാനേ സാധ്യതയുള്ളൂ, കുറയാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ മൊബൈലിൻ്റെ കേസിലാണെങ്കിലും അതാണ് സത്യാവസ്ഥ. ഇനി ആപ്പിൾ കെയർ എങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാം? ഇത് നമുക്ക് 2 തരത്തിൽ ചെയ്യാൻ സാധിക്കും. ഒന്ന്, നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ച് 60 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു കാണുന്ന ആപ്പിൾ കെയറിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് കോൾ ചെയ്തിട്ട് എനിക്ക് ആപ്പിൾ കെയർ പ്ലസ് എടുക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പേയ്മെൻറ്റ് ലിങ്ക് നമ്മുടെ മെയിലിലേക്ക് അയച്ചു തരും. അത് മുഖാന്തര നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 24 അവേഴ്സിനുള്ളിൽ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിന് ആപ്പിൾ കെയർ പ്ലസിൻ്റെ കവറേജ് ലഭിക്കുന്നതാണ്. ഇനി അഥവാ അങ്ങനെ നിങ്ങൾ ആപ്പിൾ കെയർ പ്ലസ് എടുത്തതിന് ശേഷം നിങ്ങളുടെ ആ ഡിവൈസിന് ആപ്പിൾ കെയർ പ്ലസ് ആക്റ്റീവ് ആയിട്ടുണ്ടോ, എത്ര കാലം എക്സ്പയർ ഡേറ്റ് ഉണ്ട്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആ ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ സീരിയൽ നമ്പർ നിങ്ങൾ നേരെ കോപ്പി ചെയ്തിട്ട് ഇവിടെ ആയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു കോഡ് അടിക്കാൻ സാധിക്കും. ആ ഒരു കോഡ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ഡിവൈസിന് ഈ കവറേജ് ഉണ്ടോ, എത്രയാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു ആപ്പിൾ കെയർ ഇത്രയും എമൗണ്ട് ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഡിവൈസുകൾക്കൊന്നും സംഭവിച്ചില്ലെങ്കിലോ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നാവുന്നൊരു കാര്യമാണ്. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ്, അതേപോലെ തന്നെ വാഹനങ്ങൾക്ക് എടുക്കുന്ന ഇൻഷുറൻസ്, മറ്റ് എന്ത് ഇൻഷുറൻസോ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാലും നമുക്ക് നന്നായിട്ട് രോഗമൊക്കെ വന്നിട്ട് കിളവന് നല്ല ഉന്നമില്ലാത്തതുകൊണ്ട് ചത്തില്ല, ആ ഒരു ഇൻഷുറൻസ് മുതലാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വാഹനങ്ങൾക്ക് എടുക്കുന്ന ഇൻഷുറൻസ് വാഹനമൊക്കെ നന്നായിട്ട് തട്ടി മുട്ടി ഇടിച്ച് അത് റിപ്പയർ ചെയ്ത് ആ ഒരു എമൗണ്ട് മുതലാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അത്രയും നല്ലതല്ലേ? കാരണം നമുക്ക് ഈ ഒരു 3 ഇയേഴ്സിനുള്ളിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത്രയും എമൗണ്ട് എനിക്ക് ലാഭമാണ്. ബാക്കിയുള്ളവർക്കൊക്കെ പലതും സംഭവിക്കുന്നുണ്ട്, എനിക്ക് സംഭവിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ആ ഒരു എമൗണ്ട് മാത്രമേ പോയിട്ടുള്ളൂ എന്നുള്ള സമാധാനിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ചിലപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഒന്നും അറിയാതെ അവരുടെ ആപ്പിൾ ഡിവൈസുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നല്ല 8ന്റെ പണിയൊക്കെ കെട്ടി നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ പുതിയ ഡിവൈസുകൾ വാങ്ങിക്കുന്നവരോ അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് ആരെങ്കിലും ഡിവൈസുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അവർക്കും ഇത് ഉപകാരപ്പെടും. ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.